എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രശസ്തമായ കീർത്തനം നോക്കുകയാണ്. എല്ലാവർക്കും തന്നെ പരിചിതമായ ഒരു കൃതിയാണ് മഹാഗണപതി മനസ്സാ സ്മരാമി എന്ന കൃതി. നാട്ടരാഗത്തിൽ ഉത്സവം ദീക്ഷിതരുടെ കൃതിയാണ്. അപ്പോൾ ഇത് ശരിക്കും ചിട്ട ചെയ്തിരിക്കുന്നത് ചതുസ്രജാതി ഏകതാളത്തിലാണ്. അതായത് 4 ബീറ്റുള്ളൂ. 1, 2, 3, 4 ഈ താളത്തിലാണ്. ഇതാണ് ഒരു താളോട്ടം. തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തക്ക ധീമി, ഇത്രയാണ് ഒരു താളോട്ടം. അപ്പോൾ രാഗം നാട്ട എന്ന രാഗം ചലനാട്ട എന്ന മേളകർത്ത രാഗത്തിൻ്റെ ജന്യമായിട്ടുള്ള രാഗമാണ്. അപ്പോൾ ഈ രാഗം വളരെ രസകരമായ ഒരു രാഗമാണ്. കാരണം എല്ലാവർക്കും ഒരു എനർജി നൽകുന്ന ഒരു രാഗമാണ്. നമ്മളെപ്പോഴും കച്ചേരികളിൽ ആദ്യം നമ്മൾ പാടുന്ന ഒരു രാഗമാണ് മിക്കവാറും വേദികളിൽ. കാരണം ഒരു ശുഭസൂചകമായിട്ട് തോന്നാറുണ്ട് ഈ രാഗം എനിക്ക് പലപ്പോഴും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ഈ രാഗത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. മലയാള സംഗീതത്തിലായാലും അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിലായാലും എല്ലാം ഒരുപാട് പാട്ടുകൾ ഈ രാഗത്തിലുണ്ട്. ഗോപാംഗനെ ആത്മാവിലേശ്വര മുരളിയിലൊഴുകും അയ്യങ്കാര വീട്ട് അഴകേ പനിവിടും മലർവനം വെൺപാർവയൊരുവരും, ഈ പാട്ടുകളെല്ലാം ഈ രാഗത്തിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ആദ്യം ഈ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം നോക്കുക. ആദ്യം ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, 3ാമത്തെ ഋഷഭമാണ്. രിയോട് ചേർത്ത്, അതായത് ചതുശ്രുതി ഋഷഭത്തോട് ചേർത്ത് നടുവല്ല് വെച്ചാൽ ഷഡ്ശ്രുതി ഋഷഭം. നമ്മൾ സാധാരണ വായിക്കുന്ന സാധാരണ ഗാന്ധാരം എന്ന ഗാന്ധാരം തന്നെയാണ് ഈ ഷഡ്ശ്രുതി ഋഷഭം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൗണ്ടിങ് രേ എന്ന് മാത്രമാണ് അതാണ് വ്യത്യാസം. പക്ഷേ പൊസിഷൻ സെയിം തന്നെയാണ്. ഗ എന്ന് പറയുന്നത് അന്തരഗാന്ധാരം, കൂടിയ ഗ, ശുദ്ധ മധ്യമം. കാകൽ നിഷാദമാണ്. പിന്നെ ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ ഓപ്പൺ ആയിട്ട് വായിക്കുന്നതിന് പകരം എന്ന് വായിച്ചാൽ അതാണ് കുറച്ചും കൂടെ ഭംഗി. ജണ്ട പോലെ. ചെറിയൊരു ആലാപം വായിക്കാം. പല്ലവി മപ്പ, 2 കൗണ്ട്. മപ്പ മരീസ, മായിൽ നിന്ന് ഇതിലേക്ക് ഗ്ലൈഡ് ചെയ്ത് മരി സായും ഗ്ലൈഡാണ്. രീ എന്നുള്ളത് രീ എന്ന് വായിച്ചാൽ നന്നായിരിക്കും. മനസ, അത് സനീസ എന്നാണ് സ്വരം. പക്ഷെ വായിക്കുമ്പോൾ 3rd സ്ട്രിങ്ങില് സ ഇത് ജണ്ട പോലെ വായിക്കണം. സ
സ സരി ഗ മ സ സരി സരി എന്നുള്ള ഒരു പോയില് സ്മരാമി സംഗതി എല്ലാ സംഗതിയും 2 പ്രാവശ്യം വെച്ച് വായിക്കാം. രണ്ടാമത്തെ സംഗതി മഹാഗണപതി പനി മപ പനി പായിൽ നിന്ന് നീ പോയി മായിൽ വന്ന് പാവരണം. പനി മപ നീയിൽ പോയിട്ട് മായിലോട്ട് ഗ്ലൈഡ് ചെയ്ത് വന്ന് പാവായിക്കണം. ബാക്കി വഴവല്ല അടുത്തത് വ്യത്യസ്തമായ സംഗതിയാണ്. ഈ പനി പദ ആ നോട്ട് അങ്ങനെ കൂടുതലായി രാഗത്തിൽ പ്രയോഗിക്കാറില്ല. വൺസ് ഇൻ എ വൈൽ നമ്മൾ പദനീസ എന്ന് പാടും. അപ്പോൾ ഇത് നമ്മുടെ ചലനാട്ടയിലുള്ള ഒരു സ്വരമാണ്. പദ പ്യൂർ നാട്ടയിൽ നമ്മൾ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറില്ല ആ സ്വരം. പക്ഷെ വൺസ് ഇൻ എ വൈൽ ഇത് ഉപയോഗിക്കാം. അപ്പം മഹാഗണപതി പനി പദ പമരേ സരി ബാക്കി പഴവല്ലേ പദ പമ അടുത്ത സംഗതി ഗമ പനി രി സനി പമരി സരി. അത് ഗമ പനി എന്നാണെങ്കിലും മാമ പസ എന്ന് വായിക്കണം. മാമ പസ രി രി സ സ പമരി സരി സ സനി സ സപ്പമരി സ സപ്പമരി സ മമ സപ്പമരി സ മമ. ഗമയാണ് പക്ഷെ മമ എന്ന് വായിക്കണം. മമ പസ ഗമ പനീരി ശരിക്കും സ്വരം ഗമ പനീരി രി സനി പമരി സരി എന്നാണ്. സനി സ സപ്പമരി സ മമ സപ്പമരി സ ഗമ അങ്ങനെയാണ്. അപ്പോൾ അത് നോട്ട് വായിക്കുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മൾ സ്വരം പാടുന്ന പോലല്ല വയലിൽ നോട്ട് വായിക്കുന്നത്. ഗമ എന്നാണെങ്കിൽ മമ എന്ന് വായിക്കും. മമ പസ രി രി സ സ. പിന്നെ വസിഷ്ഠ വാമദേവാദിവന്ദിത പസസ്സ പാമരി സ സ സരി ഗമ പസസ്സ പാമ പസ ശരിക്കും പസാനി പാമാണ് പക്ഷെ പസാസ പാമെന്ന് വായിക്കണം. പസസ്സ പാമരി സ സ സരി ഗമ ഇതാണ്. അപ്പോ ഗമ പനി രി സരി പമരി സരി സ സ സരി സ സപ്പമരി സ മമ പസസ്സ പാമരി സ സ സരി ഗമ. പിന്നെ മഹാഗണപതി എന്ന് വായിച്ച് നിർത്തണം. എന്ത് വേണേ വായിക്കാം. അടുത്ത ലൈൻ മഹാദേവസുതം പസനി പാനി സ സ എന്നാണ് സ്വരം. പക്ഷെ വായിക്കുമ്പോൾ പസ സ പ പസ സ കഴിഞ്ഞ് പാലിക്ക് ഗ്ലൈഡ്
പാ സ സ സ. ഇവിടെ ചെറിയൊരു ഫില്ലർ പോലെ വായിക്കാം. സരി നി സ പ നി മ പ ഗ മ രി സ. നിർത്തിയിട്ട് അത് വായിച്ചാൽ നന്നായിരിക്കും. പാ സ സ സ സ. 2 കൗണ്ട് നിർത്തിയിട്ട് പാ സ സ സ സരി നി സ പ നി മ പ മ മ രി സ. സരി എന്ന് പറഞ്ഞാൽ ഈ വല്ല സഗ നീസ. അത് സ്വരം മനസ്സിലായി കാണും. രീ എന്ന് പറഞ്ഞ നമ്മുടെ ഷക്ഷു ഋഷഭമാണ്. സരി നീസ. പനി മാപ്പ തുടങ്ങാം. പാട് വെല്ലുകൊണ്ട് തന്നെ നീ വരും. പനി മാപ്പ പാട് വെല്ലുകൊണ്ട് നീ പോയി മാ വന്ന് പാടില്ല. മമ രീ സ. അതായത് ഗുരു ഗുഗനൂതം ദിരി സത്തിരി സത്തി സരി ഗാമത്രി സ മാരകോട്ടി. ഗ മിഡിൽ ഫിംഗർ കൊണ്ട് വായിക്കണം. ചെറുവല്ലൊന്ന് ടച്ച് ചെയ്ത് ഗ. പസ സ സ പ മ മ പ്രകാശം മ പ മ രി സ. സ പ മ മ പ മ രി സ. സപ മ മ പ ജണ്ടമ മരി സരി ഗ മ പ 2 3 4 അത്രയും ഗ്യാപ്പ് ഇടണം. ഗ മ പ 1 2 3 4. പ മ പ സ പ സ. സ പ സ തന്നെ നീ പനി എന്നാണ് പാടുന്നതെങ്കിലും സ പ സ നൽകണം. സനി പ മ ഗ ഗ മ പ പ മ പ നി പ നി രി സ സ പ മ ഗ മ. ഒരു സംഗതിയോടെ വായിക്കാം. മഹാകാവ്യനാടകാതിപ്രിയം അതിപ്പോൾ വായിച്ചത്. ഇനി അടുത്തത് മഹാകാവ്യനാടകാതിപ്രിയം എന്ന് വായിക്കാം. നല്ലൊരു സംഗതിയാണ്. സപ സപ മ പ മ സ സപ പ മ മരി സരി ഗ മ പ. പ മ പ നി പ നി രി സ നി പ മ ഗ മ സ പ മ പ മ രി ഗ മ പ പ മ പ. ഒരു ചിട്ട സ്വരമുണ്ട്. പപ്പ മ ഗ മ രി സ. ഗ മ രി സ നല്ല രി 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 സ എന്ന് വായിച്ചാൽ മതി. മ ഗ മ പപ്പ മ ഗ മ രി സ രി സ നി സ പ മ ഗ മ പ ദ നി സ രി ഗ മ മ രി സ നി സ നി പ മ സ നി പ മ ഗ മ നി പ മ രി ഗ മ രി നി സ രി സ സ നി പ മ ഗ മ സ രി ഗ മ എന്നാണ് സ്വരം. പപ്പ മ ഗ മ രി സ രി സ നി സ പ മ ഗ മ പ ദ നി സ രി ഗ മ മ രി സ നി സ നി പ ത നി പ മ ഗ മ നി പ മ രി ഗ മ രി സ രി സ സ നി പ മ ഗ മ സ രി ഗ മ നി ഗ മ പ നി രി സ സ പ മ രി സ രി സ രി സ സ പ മ രി സ മ മ പ സ സ പ മ രി സ സ സ രി ഗ മ മ പ മ രി സ രി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറക്കണ്ട. വീണ്ടും ഏതെങ്കിലും കൃതികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത തവണ ആകൃതി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.